ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നത് ഇപ്പം ടി വി നോക്കിയാലും ഏത് സോഷ്യൽ മീഡിയ ഏത് പ്ലാറ്റ്ഫോം നോക്കിയാലും പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും മെയിനായിട്ടുള്ള ഇന്നത്തെ ചർച്ച, ഇന്നത്തെ വാർത്ത കളിയിക്കാവിള കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിൽ നമുക്കുണ്ടാകുന്ന നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അതിൽ കുറച്ച് പാഠങ്ങളുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങളും ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ആദ്യം തന്നെ പറയുന്നത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്ത്, ഞാൻ പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലുള്ള ഒരു മുതലാളിയുടെ കൂടെ പോയിട്ട് അവരോട് നല്ല ബന്ധം സ്ഥാപിച്ച് അവരോട് നല്ല നല്ല രീതിയിൽ ഇടപഴകി നല്ല പെരുമാറ്റം വെച്ച് അവരൊക്കെ തൃപ്തിപ്പെടുത്തി അവരെയൊക്കെ പരമാവധി കയ്യിലെടുത്തുകൊണ്ട് സംസാരം കൊണ്ടായി പ്രവൃത്തി കൊണ്ടായി എല്ലാം കൊണ്ടും കയ്യിലെടുത്തുകൊണ്ട് അവരൊപ്പം സ്ഥിരമായിട്ട് പോയിട്ട് അവർ പോലും അറിയാതെ പണം കവർന്നു. അവർ പോലും അറിയാതെ അത് അവർ തിരിച്ചറിയാൻ തന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മനസ്സിലാക്കിയത് തന്നെ. അതേപോലത്തെ ഒരു സംഭവമാണ് ഇന്നലെ ഇപ്പം നടന്ന കളിയിക്കാവിള ആ കൊലപാതകം. ദീപു എന്ന ആള് അദ്ദേഹത്തിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാഹനം വാങ്ങാൻ വേണ്ടി ഒരു പഴയ JCB വാങ്ങാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്തു നിന്ന് പിന്നെ തമിഴ്നാട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അയാളുടെ സ്വയം രക്ഷയ്ക്കും അല്ലെങ്കിൽ ഈ സാധനം വാങ്ങുന്നതിൽ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഇതൊക്കെ അറിയാം. അതുമായി ബന്ധപ്പെട്ട ഒരാളെ കൂട്ടി അത്യാവശ്യം ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ള അത്യാവശ്യം 50 കേസൊക്കെ ഉള്ള ഒരാളെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തിനാണ് എൻ്റെയും ഈ പണത്തിൻ്റെയും ഒക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരാളെ കൂട്ടുന്നത്. അവസാനം അത് അദ്ദേഹത്തിന് തന്നെ വിനയായി തീർന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ പണം നഷ്ടപ്പെടുത്തരുത്, അല്ലെ വേറെ ഏതെങ്കിലും കൊട്ടേഷൻ ടീം വന്നിട്ട് ഈ പണം കവരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള ഈ അമ്പിളി എന്ന ആളെ കൂട്ടിയത്. അപ്പോൾ എന്താ ലാസ്റ്റ് ഈ അമ്പിളി തന്നെ അയാൾക്കൊരു വിനയായി മാറി. അവരുടെ മരണദൂതനായിട്ട് വന്നത് ഈ നമ്മളെ രക്ഷിക്കും, നമ്മളെ പണത്തെ സംരക്ഷിക്കും എന്ന് വിചാരിച്ച ഈ അമ്പിളി തന്നെയാണ്. ഈ കൊലപാതകം ചെയ്ത ആളുകൾ എന്ത് നേടി? ഒരു കുടുംബത്തിന് ഒരു നാഥൻ നഷ്ടപ്പെട്ടു എന്നല്ലാതെ എന്ത് നേടി? അവർക്ക് ഈ പണം കൊണ്ട് എന്ത് കിട്ടി? അവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞോ? അവർക്കത് ചിലവാക്കാൻ കഴിഞ്ഞോ? അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയോ? ഇല്ല. പക്ഷേ നഷ്ടപ്പെട്ടത് 2 മക്കളുടെ ഒരച്ഛനാണ്. അപ്പോൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. കാരണം തമിഴ്നാടിൻ്റെ സൈഡിൽ നിന്നും കേരള സർക്കാരിൻ്റെ സൈഡിൽ നിന്നും ഇത് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ഓരോ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ നമ്മളാളല്ല. നമ്മളെല്ലാം TV-യിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് മെയിനായിട്ട് ഇതിൽ നിന്നുള്ള നമ്മുടെ പാഠം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കയ്യിൽ ചില്ലറ പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും നമ്പാൻ പറ്റില്ല, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണിത്. ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം പിന്നെ കുടുംബക്കാരായിക്കൊള്ളട്ടെ, നമ്മുടെ സുഹൃത്തുക്കളായിക്കൊള്ളട്ടെ, എല്ലാവരെയും അടിച്ച് ആക്ഷേപിച്ച് പറയല്ല കേട്ടോ. പക്ഷേ ഒരു വിഭാഗം ആളുകൾ നമ്മളെ മുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊല്ലാൻ വരെ മടിക്കാത്ത കുറച്ച് ആളുകൾ നമ്മളെ ചുറ്റുവട്ടത്തും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് വേണം നമ്മൾ ഓരോരുത്തരോടും ഇടപഴകാനും നിൽക്കാനും. ആരെയും കണ്ണടച്ച് അമിതമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് ഇതിൽ നിന്നും ഈ കൊലപാതകത്തിൽ നിന്നും മനസ്സിലായ കാര്യമായിട്ടുള്ള കാര്യം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പോലും. അതുകൊണ്ട് നമ്മൾ പരമാവധി ഇങ്ങനെ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള അല്ലെങ്കിൽ കുറേ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട കുറേ കേസുകളുള്ള ആൾക്കാരെങ്കിലും കഴിവതും മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവന് തന്നെ ആപത്ത്. ജാഗ്രത.